ഇടുക്കി മൂന്നാറിൽ വീണ്ടും കടുവകളുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി R&D എസ്റ്റേറ്റിലാണ് തൊഴിലാളി കടുവകളെ നേരിൽ കണ്ടത്. കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. 3 ദിവസത്തേക്ക് ജാഗ്രതാ നിർദ്ദേശം. രാത്രികാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനം വകുപ്പ്. രാവിലെയാണ് എസ്റ്റേറ്റ് വാച്ചർ സുരേഷ് ജനവാസ മേഖലയിലൂടെ 3 കടുവകൾ കടന്നുപോകുന്നത് നേരിൽ കണ്ടത്. കടുവയെ കണ്ട് സുരേഷ് മാറി നിന്നു. തുടർന്ന് കടുവകൾ സമീപത്തെ കാട്ടിലേക്ക് മറയുകയും ചെയ്തു. മുൻപ് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. அங்கிட்டு கைட்டு திறந்து இங்கிட்டு வரும்போது ஃபஸ்ட்டு ஒன்று வந்துருச்சு. அடுத்து 2 ரோட்டில் இருந்து தாண்டி 2 பின்னாடி வந்தது. நான் அங்கே நின்னாச்சு. நின்று பார்த்துட்டு இங்கே உட்காந்துட்டு இருந்தோன்னு நான் கொஞ்சம் அங்கிட்டு தள்ளி போயிடுச்சு. அந்த உடனே 2வது நான் கொஞ்சம் அங்கிட்டு மாறின உடனே ഇത് ഉള്ള പോയിടുச்சு. വിവരമറിയിച്ചതിനെ തുടർന്ന് മൂന്നാർ റേഞ്ച് ഓഫീസർ S. ബിജുവിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ടെത്തിയ കാൽപ്പാടുകളിൽ നിന്ന് പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. വിവിധ വലിപ്പത്തിലുള്ള 3 കടുവകളാണെന്നും കടുവകളെ നിരീക്ഷിക്കാൻ RRTയുടെ 2 സംഘത്തെ നിയോഗിച്ചതായും റേഞ്ച് ഓഫീസർ S. ബിജു പറഞ്ഞു. നമ്മൾ പ്രധാനമായിട്ടും പഗ്മാർക്കുകൾ കണ്ടിട്ടുണ്ട്. അപ്പം വിവിധ വലിപ്പത്തിലുള്ള പഗ്മാർക്കുകളാണ്. അതിൽ നിന്ന് നമ്മൾ 3 കടുവകൾ ഉണ്ടെന്ന് അനുമാനിക്കുന്നു. പിന്നെ ദൃക്സാക്ഷി നൽകിയ വിവരം 3 കടുവകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ ഇത് വനപ്രദേശമാണ്, ഡാമിനക്കരയും വനപ്രദേശമാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു മൂവ്മെന്റിലായിരിക്കും ഈ കടുവകൾ ഇവിടെ വന്ന് പെട്ടതെന്ന് നമ്മൾ അനുമാനിക്കുന്നു. ഒരു 3 ദിവസത്തേക്ക് രാത്രിയിലും ഏർലി മോർണിംഗിലും നമ്മുടെ പരിശോധനകൾ RRT സംഘം 2 യൂണിറ്റായിട്ട് ഇവിടെ ഉണ്ടാവും. വരുന്ന 3 ദിവസത്തേക്ക് മേഖലയിൽ വനവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്ന് വനംവകുപ്പ് തോട്ടം തൊഴിലാളികളോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കടുവകളെ നിരീക്ഷിക്കാൻ RRT സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് സ്വയം പ്രതിരോധ മാർഗങ്ങളോ മറ്റു സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യവുമുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മൂന്നാറിന്റെ വിവിധ മേഖലകളിൽ കടുവയുടെ ആക്രമണത്തിൽ 200-ലധികം വളർത്തുമൃഗങ്ങളാണ് ചത്തത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.